കൂട്ടുകാരെ, ഞാൻ സാദി ഇന്ത്യ. എനിക്കൊരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ. കുറേ ആളുകൾക്ക് എന്നെ ഇഷ്ടമാണ്, കുറേ ആളുകൾക്ക് ഇഷ്ടക്കേടുണ്ട്. ഇഷ്ടക്കേടിന് കാരണം എന്താ വെച്ചാൽ, ഞാൻ ഈ മിണ്ടാപ്രാണികളെ ഒരുപാട് സ്നേഹിക്കും. പ്രത്യേകിച്ച് ഡോഗിനെ. അവർക്ക് ഫീഡ് ചെയ്യും, അവരെ ചിലപ്പോൾ തലോടും. അതൊന്നും ആർക്കും ഇഷ്ടമില്ല കേട്ടോ. അപ്പം ഞാൻ പറയാൻ വന്നത് അതൊന്നുമല്ല. ഞാൻ കുറച്ച് വീഡിയോസ് പ്ലേ ചെയ്യും. ആ വീഡിയോസ് നിങ്ങൾ കണ്ണ് തുറന്ന് കാണണം. കാരണം എന്താ വെച്ചാൽ, എല്ലാവർക്കും ഡോഗിനെ കാണുന്ന കലിപ്പാണ്. ഇപ്പോൾ ഡൽഹിയിലൊക്കെ വലിയ സമരം നടക്കുകയാണ് ഡോഗ്സിന് വേണ്ടിയിട്ട്. നോ ഡോഗ് നോ വോട്ട് എന്നാണ് അവരെ മുദ്രാവാക്യം. ഡോഗ് ഇല്ലെങ്കിൽ വോട്ടില്ല. ദാറ്റ് മീൻസ് മിണ്ടാപ്രാണികളെ, ഡോഗ്സിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് എന്തുകൊണ്ടാണ് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം? അതിനൊരുപാട് കാരണങ്ങളുണ്ട്. അതെല്ലാം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഡോഗ്സിന് മനുഷ്യരെ പോലെയല്ല, പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഗ്രഹിക്കാനും പറ്റും. അവർ സെൻസ് ഉണ്ട് അതിനുള്ള. എന്തെങ്കിലും ഒരു അപകടം വരുമ്പോൾ ആദ്യം അറിയുന്നത് അവരാണ്. ഓരോ വില്ലേജിലും ഡോഗ്സ് ഉണ്ടെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് സ്വസ്ഥമായി, സ്വൈരമായി, സമാധാനമായി കിടന്നുറങ്ങാം. ഡോഗ്സ് ഉറങ്ങൂല കേട്ടോ. അവർ രാത്രി നമ്മുടെ കാവൽക്കാരാണ്. ആ വില്ലേജിൽ, ആ പ്രദേശത്ത് ഏതെങ്കിലും മൃഗങ്ങൾ വന്നു കഴിഞ്ഞാൽ, മുള്ളംപന്നിയോ പന്നിയോ പുലിയോ കടുവയോ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവർ അലേർട്ടാണ്. കൂട്ടമായിട്ട് ഇവർ ആക്രമിക്കും. അതുപോലെ നമ്മളെ കുഞ്ഞുങ്ങളെ ആരെങ്കിലും ദ്രോഹിക്കാൻ വന്നു കഴിഞ്ഞാൽ മനുഷ്യരെക്കാട്ടിലും മുമ്പിൽ ഓടിയെത്തുന്നത് ഈ പറയുന്ന ഡോഗ്സും ക്യാറ്റ്സുമാണ്. പലർക്കും അറിയില്ല. കാരണം എവിടെയെങ്കിലും ഒരു ഡോഗ് ഒരു കുഞ്ഞിനെ കടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ന്യൂസാക്കിയിട്ട് പടർത്തി കളയും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ മിണ്ടാപ്രാണികളെ കല്ലെടുത്തെറിയാൻ പറയും. അഥവാ നമ്മുടെ നാട്ടിലുള്ള 3 ലക്ഷം ഡോഗ്സിനെയും ഉന്മൂലനം ചെയ്താൽ, ഇല്ലായ്മ ചെയ്താൽ എന്താ സംഭവിക്കാമെന്നറിയോ? ഒരു കാലത്ത് നമുക്ക് ഈ ഡോഗ്സിനൊക്കെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് വേറെ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് കൊണ്ടുവരേണ്ടി വരും. അത് ഉറപ്പാണ്. കാരണം ഇവരിവിടെ ഇല്ലെങ്കിൽ മനുഷ്യർക്ക് സ്വസ്ഥമായി സ്വൈരമായി ഉറങ്ങാൻ പറ്റില്ല. അതറിയണമെങ്കിൽ നമ്മളെ ഈ സ്റ്റേ ഡോഗ്സ് ഉണ്ടല്ലോ, അവരൊക്കെ നിങ്ങൾ എടുത്ത് കളഞ്ഞു നോക്കണം. കാരണം അപ്പോൾ കാട്ടിൽ നിന്ന് മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വരും. ഉറപ്പാണ്, യാതൊരു സംശയവുമില്ല. മനുഷ്യരെ കൊണ്ട് അവരൊന്നും ചെയ്യാൻ കഴിയില്ല. അവരെ ജീവൻ പണയം വെച്ച് അവർ മൃഗങ്ങളായിട്ട് ഏറ്റുമുട്ടും. അതെന്തുകൊണ്ടാണെന്നറിയോ? ഒരു നേരം ഭക്ഷണം കൊടുത്തതിന് നന്ദി. മനുഷ്യരെക്കാട്ടിലും അവർക്ക് നന്ദിയുണ്ട്. അതുകൊണ്ട് അറിയാത്തവർക്ക് വേണ്ടി പറയാണ്, ഈ ഡോഗ്സും ക്യാറ്റ്സും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം നമുക്ക് തന്നെയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളെ ഡോഗ്സിനെയും ക്യാറ്റ്സിനെയും ഒന്നും കല്ലെടുത്തെറിയരുത്, കൊല്ലരുത്. ഇറ്റ്സ് മൈ റിക്വസ്റ്റ്.